കൊമേഴ്സ് എന്താന്ന് പോലും ഒരു ഇതില്ലാതെയാണ് ഞാൻ നേരെ ആക്ച്വലി കയറി ചെന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഇഷ്ടം തോന്നിയെന്ന് പറയാം കൊമേഴ്സിൽ. ഇവിടെ നമ്മൾക്ക് ഗസ്റ്റ് ഹൗസ്, ഔട്ട് ഹൗസ്, ടൂറിസ്റ്റ് ഹോം, അപ്പോൾ എല്ലാ ഗസ്റ്റുകളും താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജെനിഫർ എപ്പോഴും ഉണ്ടാകും. കാരണം പല പല ഭാഷയിൽ സംസാരിക്കുമ്പോൾ എല്ലാം ഭാഷയിൽ സംസാരിച്ച് അവരായിട്ട് ഡീൽ ചെയ്യാനെല്ലാം ജെനിഫറാണ് നമ്മളെ സഹായിക്കുന്നത്. കൊമേഴ്സ് ഭയങ്കര എളുപ്പമാണ്. എനിക്കും ഇപ്പം III എടുത്തു കഴിഞ്ഞപ്പം അതിലെളുപ്പമായിട്ടുണ്ട്. CMA എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ പപ്പേനെ അമ്മേനെ നോക്കുക, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ പേര് ജെനിഫർ ജോജോ. ഞാൻ GHSS ചൊവ്ര സ്കൂളിൽ പഠിക്കുന്നു. +1 കൊമേഴ്സ് ആണ്. വീട്ടിൽ പപ്പ, അമ്മ, അനിയത്തി ഉണ്ട്. പപ്പയും അമ്മയും ജിനാൻ പാലസിൽ കെയർ ടേക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അനിയത്തി 3ൽ പഠിക്കുന്നു. എൻ്റെ പേര് ജോജോ. ഞാൻ ജെനിഫറിൻ്റെ പപ്പയാണ്. എൻ്റെ പേര് സിന്ധു ജോജോ. ഞങ്ങൾ വീട് കൂളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ശ്രീമൂലകരത്ത് തന്നെ. ഞങ്ങളിപ്പോൾ ഒരു 4 വർഷമായിട്ട് ജിനാൻ പാലസിൽ കെയർ ടേക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം പിന്നെ ഇവിടെ ഒരു ജിനാൻ ബഷീർ എന്ന് പറഞ്ഞ ഇക്കയാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഫാമിലിയായിട്ട് ഞങ്ങളോട് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. ഒരു ദിവസം പപ്പ വന്നിട്ട് കൊമേഴ്സിൻ്റെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സൊക്കെ വന്നിട്ടുണ്ട്, എടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ് പേപ്പർ കൊണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാൻ ആദ്യം വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ആപ്പാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഞാൻ സെർച്ച് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ മറ്റേ ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി. അങ്ങനെയാണ് ചേരാമെന്ന് വിചാരിച്ച് അങ്ങനെ ചേർന്നത്. അതിലോരോ കാര്യങ്ങൾ നോക്കിയെടുത്ത് കഴിഞ്ഞപ്പം എല്ലാം എന്താ പറയുക മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മൾക്ക് ഗസ്റ്റ് ഹൗസ്, ഔട്ട് ഹൗസ്, ടൂറിസ്റ്റ് ഹോം, അപ്പോൾ എല്ലാ ഗസ്റ്റുകളും താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ജെനിഫർ എപ്പോഴും ഉണ്ടാകും. കാരണം പല പല ഭാഷയിൽ സംസാരിക്കുമ്പോൾ എല്ലാം ഭാഷയിൽ സംസാരിച്ച് അവരായിട്ട് ഡീൽ ചെയ്യാനെല്ലാം ജെനിഫറാണ് നമ്മളെ സഹായിക്കുന്നത്. കൊമേഴ്സ് ചൂസ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കാനിരുന്നത്. മിക്കവരും സയൻസ് തന്നെ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ എന്താ പറയുക ഡോക്ടർ ആ ഒരു ഫീൽഡിലേക്ക് അങ്ങനെ പോകുന്നത് അങ്ങനെ ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്ന് വെച്ച് കൊടുത്തായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയപ്പം ചൊവ്വര കിട്ടിയത് കൊമേഴ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക കൊമേഴ്സ് എന്താന്ന് പോലും ഒരു ഇതില്ലാതെയാണ് ഞാൻ നേരെ ആക്ച്വലി കയറി ചെന്നത്. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക ഇഷ്ടം തോന്നിയെന്ന് പറയാം കൊമേഴ്സിൽ. ഇപ്പം ആക്ച്വലി സയൻസ് എടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിനേക്കാൾ നല്ലത് കൊമേഴ്സ് എടുത്തതായി തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ പഠിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിൽ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബുക്സൊക്കെ കൊണ്ട് ആളുകൾ വരുമ്പോൾ ഞാൻ അതൊക്കെ വാങ്ങി വയ്ക്കുമായിരുന്നു. ഞാൻ ഒരു സിംഗറാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യാനായിട്ടാണ് കൂടുതൽ താല്പര്യമായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യണേക്കാളും കൂടുതൽ ഞാൻ അവർക്ക് പുസ്തകങ്ങൾ വാങ്ങി. ഡെമോ ക്ലാസ് ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. പക്ഷേ ആ ഒരു ഇതിൽ നോക്കിക്കഴിയുമ്പം ആക്ച്വലി CA അല്ലെങ്കിൽ CMA എടുക്കണം എന്നാണ് ഒരു ഇതിൽ നോക്കുമെന്ന് തോന്നുന്നത്. രണ്ടും ആക്ച്വലി നല്ലതാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് ഏതെടുക്കണമെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. CA എടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു ഇതിൽ നോക്കുമ്പം CMA ആണ് എടുക്കാൻ താല്പര്യം. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ടാണ് കയറി ചെന്നത്. പക്ഷേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പം ആക്ച്വലി നല്ലൊരു ഫീൽഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സ് സയൻസ് എടുത്തവർ മിക്കവരും പറഞ്ഞു ഇത് ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം കൊമേഴ്സ് ഭയങ്കര എളുപ്പമാണ്. എനിക്കും ഇപ്പം III എടുത്തു കഴിഞ്ഞപ്പം അതിലെളുപ്പമായിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്നത് നല്ലതാണ്. കൊമേഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഹെൽപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ നമ്മളോടുള്ളൊരു കൂടെ നിൽക്കണതുകൊണ്ട് നമുക്ക് ആ ടെൻഷനില്ല. അവർ നന്നായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. കാരണം ഈ പഠിത്തത്തിൻ്റെ കാര്യത്തിനാണല്ലോ നമുക്ക് അവരോട് നമ്മൾ പഠിക്കുമെന്ന് പുറകെ നടന്ന് പറയേണ്ട ഒരു ഇതല്ലേ. അപ്പോൾ അത് നമുക്ക് ഒഴിവായി കിട്ടുന്നുണ്ട്. അവരവിടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യണത് കൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളും ചെയ്ത് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇത് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് നമുക്ക്.
ജെനിഫർ 10 കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോട്ടെ എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞു കൊമേഴ്സ് ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടി, അത് പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പേപ്പറിൽ പരസ്യം കാണാൻ ഇതിനെപ്പറ്റി. അപ്പോൾ ഞാൻ കൊണ്ടേ കാണിച്ചു കൊടുത്തു, നമുക്ക് കൂടുതൽ അറിവില്ലല്ലോ. അപ്പോൾ അവർ നോക്കി, അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ തീരുമാനിച്ച് അത് ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ തന്നെ ക്ലാസ്സിൽ കയറുന്നുണ്ടെന്നും. ഇവള് 10th കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല. ഒരു ഒന്നും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് പിന്നെ ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു പരസ്യം എന്ന് പറഞ്ഞ് ജോജൻ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അപ്പോൾ അത് ചെയ്യും നമുക്ക്. അപ്പോൾ 2 വർഷം പിന്നെയും അതിന് എക്സ്ട്രാ കളയണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ റെഡിയാവും എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത്. സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ പപ്പേനെ അമ്മേനെ നോക്കുക, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. സയൻസ് എന്താ പറയുക ഭയങ്കര ഇതാണ് എന്ന് വിചാരിച്ചിട്ട് പാരൻസിൻ്റെ പ്രഷർ കൊണ്ടും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതുകൊണ്ടും എടുക്കുന്നത് ആക്ച്വലി സ്വന്തം ഡിസിഷൻ അല്ലല്ലോ, ബാക്കിയുള്ളവരുടെ ഡിസിഷൻ അല്ലേ. അപ്പോൾ സ്വന്തം ഡിസിഷനനുസരിച്ച് എടുക്കുന്നതാണ് ആക്ച്വലി ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അവരിഷ്ടപ്പെടുമ്പോൾ അതനുസരിച്ച് അവർ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പാരൻസിനോടും പറയാനുള്ളത് അവരവർക്ക് പിള്ളേർക്ക് ഇഷ്ടം ഏതാണ് കോഴ്സ് അത് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് പഠിച്ച് അവർ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് അവരെത്താൻ പറ്റും. നമ്മളെ അതിനെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ മനസ്സുകൊണ്ട് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പിന്നെ പാരൻസിന് വേണ്ടിയായിട്ട് അവരിതിന് പഠിക്കും, ചിലപ്പോൾ ആ ഒരു വഴിയിൽ എത്തിച്ചേരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നല്ലൊരു കോഴ്സാണ് ഇത്. കൊച്ചുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേണ്ടെന്നാണ് പറയണത്. കാരണം അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ ഇത്രയും കൂടി നന്നായിട്ട് അവർക്കത് ചെയ്യുമ്പോൾ നമുക്കത് കൊച്ചുങ്ങൾക്കത് മനസ്സിലാവണമെന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. കാരണം ഒരു ട്യൂഷന് പറഞ്ഞു വിട്ടാലും ആ ഒരു ട്യൂഷൻ്റെ ആ ഒരു തന്നെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കത് ഭയങ്കര ഒരു എന്താ പറയണത്, മനസ്സിന് സമാധാനമാണ്, സന്തോഷമാണ്. കാണിച്ചു കൊടുത്ത് പിന്നെ അവൾ അതിനെക്കുറിച്ചൊക്കെ നെറ്റിൽ കറക്റ്റായിട്ട് നോക്കി നല്ലതാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. CA എന്താണ് അതൊന്നും അങ്ങനെ നമുക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അമ്മ ഇങ്ങനെ ചെയ്യാം, ഇത് CMA എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാവുമ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോഴ്സ് കൂടുതൽ ടൈം കളയാതെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ പോവുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് സമയം സേവ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ പഠിക്കാനും എനിക്ക് സുഖമാണെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞതിന് ശേഷം ആ കോഴ്സിനെ പറ്റി പറഞ്ഞ് അവൾക്ക് ഇഷ്ടമായി, നമുക്കത് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് ഈ III ആപ്പിൻ്റെ കോഴ്സിലേക്ക് ഞങ്ങൾ വന്നത്. ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗിറ്റാർ ഫസ്റ്റ് തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്, ചെറുപ്പം തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ 10 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗിറ്റാർ പഠിക്കാൻ പോയി തുടങ്ങിയത്. ബാസ് ഗിറ്റാറാണ് കൂടുതലും ഇഷ്ടം, പക്ഷേ ഇപ്പോൾ ക്ലാസിക്കലാണ് എടുത്ത് പഠിക്കുന്നത്. പിന്നെ എന്താ പാട്ട് പാടും, അമ്മയുടെ പോലെ തന്നെ പാട്ട് പാടും. മണിത്തൂവൽ കൂടുണ്ടോ, മൗനം പൂക്കും നെഞ്ചിൻ മുളം തണ്ടിൽ പാട്ടുണ്ടോ.